ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അരുൺ ഐശ്വര്യയോട് തന്റെ ഒരു സുഹൃത്തിന്റെ അനുജത്തിയാണ് ജാസ്മിൻ എന്നും ജാസ്മിന് ഒരു ജോലിയില്ലാത്തത് കൊണ്ട് അവളുടെ കുടുംബം ആകെ വിഷമത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് ജാസ്മിൻ എന്നും കളവ് പറയുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ അശ്വതി അവിടെ ഐശ്വര്യയുടെ മുന്നിൽ അഭിനയിക്കുന്നു. ഐശ്വര്യയെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട് അരുണിന്റെ ആ വാക്കുകൾ ശരിക്കും ഐശ്വര്യയ്ക്ക് വളരെയേറെ സന്തോഷം നൽകി. അതുകൊണ്ട് തന്നെ അശ്വതിയെ തന്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫായി നിയമിക്കാൻ തീരുമാനിക്കുന്നു. ഐശ്വര്യ അശ്വതിയോട് ചോദിച്ചു, ജാസ്മിന് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് എന്ന്. അത് കേട്ട ഉടനെ ജാസ്മിൻ, ഞാൻ BCom പാസ്ഡാണ് എന്ന് അറിയിച്ചു. അത് കേട്ടതും ശരി, അത് മാത്രം മതി, പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കുഞ്ഞെവിടെ എന്ന ചോദ്യത്തിന് കുഞ്ഞ് എന്റെ തറവാട്ടിലാണെന്നും ഉമ്മയുടെ കൂടെയാണ് എന്നും അശ്വതി മറുപടി നൽകി. അപ്പോ ഇപ്പൊ എവിടെയാ താമസിക്കുന്നതെന്ന് ജാസ്മിനോട് അന്വേഷിച്ചതും, ഞാനിന്ന് എന്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്, ഇന്നൊരു ദിവസം അവിടെ തങ്ങും, ജോലി അന്വേഷിച്ചാണ് ഇവിടെ വന്നത് എന്ന് അറിയിച്ചു. അപ്പോ ഇവിടെ നിൽക്കാൻ ഒരു ഇടമല്ലല്ലേ എന്ന് ചോദിച്ചതും, അതെ, കൂട്ടുകാരിയുടെ വീട്ടിൽ അധികം നിൽക്കാൻ കഴിയില്ല എന്ന് ജാസ്മിൻ പറഞ്ഞത് കേട്ട് ഐശ്വര്യ പറഞ്ഞു, ശരി, ഇവിടെ കമ്പനി ക്വാർട്ടേഴ്സ് ഉണ്ട് സ്റ്റാഫുകൾക്ക് നിൽക്കാനായിട്ട്, അവിടെ നിങ്ങൾക്ക് കഴിയാം. ഉടനെ അരുൺ ചോദിച്ചു, എന്നാ നമ്മുടെ കാറിൽ കയറ്റിയാലോ എന്ന് അരുൺ ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഇന്നു മുതൽ ജാസ്മിൻ എന്റെ കമ്പനിയിലെ സ്റ്റാഫാണ്, പിന്നെ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ, അത് എന്താണെന്ന് ജാസ്മിൻ അറിയുമോ എന്ന് ചോദിച്ചതും വേഗം ഞെട്ടലോടെ ഐശ്വര്യ നോക്കി. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ പറയുന്നതായിരിക്കണം നീ ചെയ്യേണ്ടത്, എന്റെ വാക്കുകളായിരിക്കണം നീ അനുസരിക്കേണ്ടത് എന്ന് ജാസ്മിനോട് ഐശ്വര്യ അറിയിച്ചു. ഐശ്വര്യ അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഐശ്വര്യ സമ്മതം മൂളിയത് കേട്ട് വേഗം തന്നെ ജാസ്മിനോട് കാറിൽ കയറിക്കോളാനായി ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഐശ്വര്യ പറഞ്ഞതനുസരിച്ച് വേഗം അശ്വതി ഐശ്വര്യയുടെയും അരുണിന്റെയും കാറിൽ കയറുന്നു. അങ്ങനെ അവരെയും കയറ്റി അവിടെ നിന്ന് ഐശ്വര്യയും അരുണും പോകുന്നു. പിന്നീട് ശ്യാമ വീട്ടിലിരിക്കുമ്പോൾ തന്റെ കൈക്കും കാലിനും ആക്സിഡന്റ് ഉണ്ടായതിന്റെ വേദന കലശലായി അനുഭവപ്പെട്ടു. വേദന കാരണം കാലിലും കയ്യിലും അങ്ങനെ നോക്കിക്കൊണ്ട് പാവം ശ്യാമ ഇരിക്കുന്നത് കണ്ട് അരികിലെത്തി അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു. വേദനയുണ്ടോ, ഇപ്പോ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ച് ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അഖിൽ അരികിലിരുന്നു. ശ്യാമ അഖിലിനോട് വല്ലാത്ത വേദനയാണെന്നും ഇപ്പോ വേദന കൂടുതലായി തോന്നുന്നുണ്ട് എന്ന് ശ്യാമ പറഞ്ഞു. ഇന്നലെ ഈ അപകടമുണ്ടായത്, സാരമില്ല, തൽക്കാലം ഈ വേദന സഹിച്ചേ പറ്റൂ. നാളെ മുതലുള്ള മ്യൂസിക് പ്രാക്ടീസ് അത് ഒഴിവാക്കാൻ പാടില്ല. കാരണം ഈ റിയാലിറ്റി ഷോയിൽ നമ്മൾ വിജയിച്ച് പണം നേടുന്നത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നേട്ടമായിട്ടുള്ള, അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്നു. തന്നെ പലപ്പോഴും പലയിടത്തും അപമാനിച്ച, എന്തിന് തന്റെ ജീവൻ പോലും എടുക്കാനായി ശ്രമിച്ച എന്റെ അമ്മയ്ക്കും ഐശ്വര്യടുത്തിയെ പോലെയുള്ളവർക്കുമൊക്കെയുള്ള ഒരു തിരിച്ചടിയും മറുപടിയുമായിരിക്കും താൻ നേടാൻ പോകുന്ന ഈ വിജയം. അതുകൊണ്ട് നമുക്ക് വിജയിച്ചേ തീരൂ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. മറ്റൊന്നും താൻ ഇപ്പോൾ ആലോചിക്കേണ്ട, വേദനയെക്കുറിച്ചൊന്നും താൻ കൂടുതൽ ചിന്തിക്കേണ്ട, വേദന പതിയെ മാറും, അതിനേക്കാളേറെ വേദനയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. ശ്യാമ അതെല്ലാം കേട്ടതും അഖിൽ പറഞ്ഞു, മറ്റൊന്നും താൻ ആലോചിക്കേണ്ടതില്ല, ഒരു കാരണവശാലും മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ പരീക്ഷണം മറികടക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ അഖിൽ ശ്യാമയെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ശ്യാമ ആ വാക്കുകളെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അഖിൽ പറഞ്ഞു, സോറി, ഞാൻ ഒരു നിമിഷത്തേക്ക് നമുക്കെതിരെ എന്റെ വീട്ടുകാരിൽ അല്ലെങ്കിൽ ഐശ്വര്യയുടെയും എന്റെ അമ്മയും ചേർന്ന് തന്നെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ശ്രമിച്ചതിന്റെ ദേഷ്യമാണ് എന്റെ മനസ്സിലാകെ ഉണ്ടായത്. അത് എന്നെ വല്ലാതെ എനിക്ക് വല്ലാത്ത ഒരു ആവേശം നൽകി. അതാണ് തന്റെ വേദന പോലും, തന്റെ മുറിവുകളെ പോലും ഞാൻ മറന്നുപോയത്. എനിക്കറിയാം തനിക്കിപ്പോ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന്. ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട, പ്രാർത്ഥിച്ച് താൻ കിടന്നോ. നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സാരമില്ല, ഞാൻ പതുക്കെ കയ്യിൽ തലോടി തരാമെന്ന് പറഞ്ഞ് ശ്യാമയോട് കിടന്നോളാനായി അഖിൽ പറയുന്നു. ശ്യാമ പതുക്കെ അവിടേക്ക് കിടന്നാലും ഉറക്കം വരുന്നില്ല എന്ന് അഖിലിനോട് വേദനയോടെ ശ്യാമ പറയുമ്പോൾ
സാരമില്ല, തൽക്കാലത്തേക്ക് അതെല്ലാം താൻ മറക്കുക എന്ന് പറഞ്ഞ് ശ്യാമയെ അഖിൽ ആശ്വസിപ്പിക്കുന്നു. ശ്യാമയുടെ ആ മുറിഞ്ഞ കയ്യിൽ, ആ ബാൻഡേജ് കെട്ടിയ കയ്യിൽ പതുക്കെ അഖിൽ തലോടി. ശ്യാമയുടെ മുടിയിഴകൾ തലോടി കൊടുത്തുകൊണ്ട് ശ്യാമയോട് ഉറങ്ങിക്കോളാനായി പറയുന്നു. അങ്ങനെ ശ്യാമയെ സമാധാനിപ്പിച്ച് ശ്യാമ ഉറങ്ങിക്കോളാൻ പറഞ്ഞുകൊണ്ട് അഖിൽ അരികിലിരുന്ന് ശ്യാമയെ ആശ്വസിപ്പിച്ച് ശ്യാമയെ മയക്കത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ശ്യാമ മയങ്ങിയെന്ന് ഉറപ്പായതോടെ അഖിൽ പതുക്കെ എഴുന്നേറ്റു. അതിനുശേഷം അഖിൽ ചിന്തിച്ചു, പാവം ശ്യാമ, എല്ലാവർക്കും നന്മ മാത്രം വരണമെന്നും എല്ലാവരെയും സ്നേഹിക്കുകയും മാത്രം ചെയ്യുന്ന എന്റെ ശ്യാമയോട് അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ അകൽച്ചയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ? ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, എന്റെ ശ്യാമയെ ഞാൻ ഒരിക്കലും കൈവിടില്ല. ദൈവം എനിക്ക് തന്ന സൗഭാഗ്യമാണ് എന്റെ ശ്യാമ എന്ന് അഖിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് ശ്യാമയെ നോക്കുന്നു. പിറ്റേന്ന് രാവിലെ ശ്യാമ നേരത്തെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കാലും കൈയും വല്ലാതെ വേദന അനുഭവിച്ചെങ്കിൽ പോലും പതുക്കെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ അഖിൽ അരികിലേക്ക് ഓടിയെത്തി. വേദനയുണ്ടോ എന്ന് ചോദിച്ചു. വേദനയുണ്ട് സാർ, എന്നാലും കുഴപ്പമില്ല എന്ന് ശ്യാമ മറുപടി നൽകി. അഖിൽ ശ്യാമയെ സമാധാനിപ്പിച്ച് സാരമില്ല, താൻ വേഗം ഫ്രഷ് ആയിക്കോളൂ എന്നറിയിച്ചു. ശ്യാമയെ പതുക്കെ പിടിച്ചുകൊണ്ട് അഖിൽ വാഷ്റൂമിന് അരികിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വാഷ്റൂമിന്റെ വാതിക്കലേക്ക് എത്തിയതും ശ്യാമയോട് കുളിക്കാൻ കയറിക്കോളാനായി പറയുമ്പോ ശ്യാമ പറഞ്ഞു. അഖിൽ ചോദിച്ചു, അല്ല, ഈ അവസ്ഥയിൽ എങ്ങനെ കുളിക്കുക? കൈയും കാലും വയ്യല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, സാരമില്ല സാർ, ഞാൻ കുളിച്ചോളാം. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, അതെ, വേണമെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ, ഞാൻ കുളിപ്പിക്കാം എന്ന് പറഞ്ഞതും ശ്യാമ അഖിലിൽ നിന്ന് നോക്കി. അത് വേണ്ട എന്ന് ശ്യാമ മറുപടി നൽകി. ഉടനെ അഖിൽ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ലടോ, ഞാൻ കുളിപ്പിക്കാം, താൻ റെഡിയാണെങ്കിൽ ഞാൻ കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതൊന്നും വേണ്ട, സാറങ്ങ് മാറി തന്നെ, ഞാൻ കുളിച്ചോളാം എങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, അതെ, ഒരു ഭർത്താവിന്റെ കടമയാണിത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, എന്നാലേ എന്റെ പൊന്നുമോനിപ്പോ ആ കടമയൊന്നും ചെയ്യണ്ട, തൽക്കാലം സാറ് പൊയ്ക്കേ, ഞാനേ കുളിച്ചോളാം എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ പറഞ്ഞു വിടാനൊരുങ്ങുന്നു. അങ്ങനെ ശ്യാമയുടെ നിർബന്ധപ്രകാരം അഖിൽ തൽക്കാലം അവിടെ നിന്ന് മാറുന്നു. അഖിൽ പോയി കഴിയുമ്പോഴേക്കും ശ്യാമ വാഷ്റൂമിലേക്ക് കയറി. എന്നിട്ട് താൻ കുളിക്കാനായി കയറിയ സമയത്ത് അഖിൽ ശ്യാമ കുളിച്ചിറങ്ങുന്നതിനായി പുറത്ത് കാത്തുനിന്നു. അപ്പോഴാണ് ശ്യാമ കുളി കഴിഞ്ഞത്. പെട്ടെന്ന് വാഷ്റൂമിന്റെ വാതിൽ തുറന്ന് ശ്യാമ വിളിച്ചു, അഖിൽ സാർ. അപ്പോഴേക്കും എന്താ ശ്യാമയെ എന്ന് ചോദിച്ച് അഖിൽ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അഖിൽ സാർ, എനിക്ക് തല തോർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനോട് ഒന്ന് തോർത്തി തരാമോ, എന്റെ കൈക്ക് വല്ലാതെ വേദന എടുക്കുന്നുവെന്ന് അറിയിച്ചു. ഈ സമയത്ത് ശ്യാമ കുളിച്ചു വരുന്ന സമയത്തിനുള്ളിൽ അഖിൽ ശ്യാമയ്ക്കിടാനുള്ള ഡ്രസ്സെല്ലാം അവിടെ വേഗം കബോർഡിൽ നിന്നെടുത്ത് ആ ബെഡിലേക്ക് എടുത്തു വെച്ചിരുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് കുളി കഴിഞ്ഞെത്തുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് റെഡിയാക്കി അയൺ ചെയ്തെല്ലാം അഖിൽ വെച്ച് കഴിയുമ്പോഴേക്കും ആണ് ശ്യാമ പുറത്തിറങ്ങി, അഖിൽ സാർ, എന്റെ തലയൊന്ന് തോർത്തി തരുമോ എന്ന് ചോദിച്ചത്. ഉടനെ അഖിൽ പറഞ്ഞു, അതിനെന്താ, ഞാൻ തോർത്തി തരാമല്ലോ എന്ന് പറഞ്ഞ് അഖിൽ വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നു. ശ്യാമയുടെ അരികിലേക്ക് എത്തി അഖിൽ വേഗം ശ്യാമയുടെ തോർത്ത് വാങ്ങിച്ച് തല തോർത്തുന്നു. വളരെ സ്നേഹത്തോടെ അഖിൽ ശ്യാമയെ പരിചരിച്ച് മുടിയെല്ലാം തോർത്തി കൊടുത്ത് അഖിൽ വളരെ സ്നേഹത്തോടെ ശ്യാമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ശ്യാമ ഡ്രസ്സ് ഇടാനായി ഒരുങ്ങുമ്പോഴേക്കും അഖിൽ പറഞ്ഞു, അതെ, ഈ സാരി ഉടുക്കാൻ ഞാൻ സഹായിക്കാം, അവസാനം എന്റെ സഹായം വേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതൊന്നും വേണ്ട, സാർ പൊയ്ക്കോ, ഞാൻ തന്നെ ഇതിട്ടോളാം എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. അഖിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം, അവസാനം എന്നെ തന്നെ വിളിക്കും കേട്ടോ, ഈ സാരി ഉടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാമ ബ്ലൗസ് എല്ലാം ഇട്ടതിന് ശേഷം വേഗം തന്റെ സാരി ഇടാനായി ശ്രമിച്ചു. പ്ലേറ്റ് എടുത്ത് എത്ര ശ്രമിച്ചിട്ടും പ്ലേറ്റ് കൃത്യമായി എടുക്കാൻ ശ്യാമയ്ക്ക് കഴിയുന്നില്ല. ഈ സമയത്ത് അഖിൽ അവിടേക്ക് എത്തി. ശ്യാമ പ്ലേറ്റ് എടുക്കാനാകാതെ ആകെ വിഷമിച്ചു നിന്ന് ഒരു കൈ കൊണ്ട് തന്നെ പ്ലേറ്റ് എടുക്കാനായി ശ്രമിച്ചു തുടങ്ങിയിരിക്കുമ്പോൾ അഖിൽ അവിടേക്ക് എത്തി. അതെ, ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചതും ശ്യാമ ആകെ വിഷമത്തോടെ അഖിലിനെ നോക്കി. ഉടനെ തന്നെ അഖിൽ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞതല്ലേ ഇത് ഞാൻ തന്നെ ഉടുപ്പിക്കേണ്ടി വരുമെന്ന്, അപ്പോ സമ്മതിച്ചില്ല, ഇപ്പൊ എന്തായി എന്ന് ചോദിച്ചതും അഖിൽ സാർ, അതല്ല, എന്റെ കൈക്ക് വേദനയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും
അഖിൽ പറഞ്ഞു, താനിങ്ങനെ തന്നേ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ ആ സാരിത്തുമ്പിന്റെ പ്ലേറ്റ് അഖിൽ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ പ്ലേറ്റ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ദേവകിയമ്മ എത്തിയത്. ദേവകിയമ്മ അവിടെ വന്ന് വാതുക്കെ വന്ന് നോക്കുന്നു. അഖിൽ ശ്യാമയ്ക്ക് പ്ലേറ്റ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ട് നാണത്തോടെ ദേവകിയമ്മ നോക്കുമ്പോൾ അഖിൽ പതുക്കെ ശ്യാമ പറയുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ പ്ലേറ്റ് എടുത്ത് അഖിൽ ശ്യാമയ്ക്ക് കുത്തി കൊടുക്കാനായി ശ്രമിക്കുമ്പോഴാണ് ശ്യാമ വാതുക്കലേക്ക് നോക്കുന്നതും അമ്മ ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് ശ്യാമ ശ്രദ്ധിച്ചത്. ഉടനെ ശ്യാമ അയ്യോ അമ്മ എന്ന് പറഞ്ഞതും ഉടനെ ദേവകിയമ്മ ശ്യാമ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയതോടെ അവിടെ നിന്ന് പോകുന്നു. അഖിൽ അപ്പോഴേക്കും ചോദിച്ചു, എന്താടോ, എന്താ പറ്റിയത്? ഉടനെ ശ്യാമ പറഞ്ഞു, അയ്യോ അഖിൽ സാർ, അമ്മ കണ്ടു എന്ന് പറഞ്ഞതും അഖിൽ ചോദിച്ചു, അവനെന്താ, കാണട്ടെ. ഉടനെ ശ്യാമ പറഞ്ഞു, അമ്മ ഓടിപ്പോയി, അച്ഛനോട് പറയും. പറയട്ടെ എന്ന് അഖിൽ അറിയിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, പറയട്ടെന്നോ? അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, അതെ, ഇക്കാര്യം ചെന്ന് അച്ഛനോട് അമ്മ പറയുമ്പോ അച്ഛൻ എന്താ പറയുന്നറിയാവോ? എടോ, ഞാൻ എത്ര തവണ തനിക്ക് ഇതുപോലെ സാരി ഉടുപ്പിച്ച് തന്നിട്ടുണ്ട് എന്നായിരിക്കും. ഉടനെ ശ്യാമ ചോദിച്ചു, അവരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ? ഉടനെ തന്നെ അഖിൽ പറഞ്ഞു, പിന്നല്ലാതെ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഭർത്താവ് ഇതുപോലെ സാരി ഉടുപ്പിച്ചു കൊടുക്കും, അത് ഉറപ്പാണ് എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. അത് കേട്ടതും ശ്യാമയോട് അഖിൽ പറഞ്ഞു, അതെ, അങ്ങ് മാറിക്കേ, ഞാൻ പിൻകുത്തി തരാം എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ഓ, ഈ സാറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞതും പിന്നെ എന്റെ ഭാര്യ സുന്ദരിയായി നടക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ എന്ന് ചോദിച്ച് അഖിൽ ശ്യാമയുടെ സാരിയുടെ പ്ലീറ്റ് അവിടെ കുത്തി കൊടുക്കുന്നു. ശ്യാമ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനന്ദ നിലയത്തിൽ അമൃതയെടുത്തി ശ്രീകുട്ടിക്ക് ഭക്ഷണവുമായി എത്തിയത്. കുഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അമൃതയെടുത്തി ഭക്ഷണം എടുത്തു കൊടുക്കാനായി ഒരുങ്ങുന്നു. ആന്റി ഇതാ ഇപ്പൊ വരാട്ടോ, മോളിരുന്ന് കഴിക്കേ എന്ന് പറഞ്ഞ് വേഗം അമൃത കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകുട്ടി തന്റെ അമ്മയെ കുറിച്ച് ഓർമ്മിച്ചു. അശ്വതി തന്റെ അരികിൽ വന്ന് സ്നേഹത്തോടെ തന്നെ ഭക്ഷണം ഊട്ടിച്ച് ആ രംഗം ശ്രീകുട്ടി ഓർമ്മിച്ചു. ശ്രീകുട്ടിയെ നിർബന്ധപൂർവ്വം അശ്വതി എന്ന ഭക്ഷണം കഴിപ്പിച്ച കാര്യങ്ങളായിരുന്നു ശ്രീകുട്ടി ഓർത്തത്. മോളെ ദാ ഇത് കഴിച്ചേ എന്ന് പറഞ്ഞ് തനിക്ക് ഭക്ഷണം എടുത്തു തരുമ്പോ വേണ്ടമ്മേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി മതിയെന്ന് പറഞ്ഞ് മാറുമ്പോ ഉടനെ ശ്രീകുട്ടിയോട് അശ്വതി പറഞ്ഞു, അതെ, അമ്മയോട് സ്നേഹമുള്ള എന്റെ പൊന്നുമോള് ഇത് കഴിച്ചേ എന്ന് പറയുമ്പോ ഒന്നും കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോ വീണ്ടും പറഞ്ഞു, അതെ, എന്നാലേ എന്റെ കുഞ്ഞ് ഇത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, അമ്മ ഒരു രാജാവിന്റെ സുന്ദരിയായ രാജകുമാരിയുടെയും കഥ പറഞ്ഞു തരാം. അത് കേട്ടതും ഉടനെ ശ്രീകുട്ടി ചോദിച്ചു, സുന്ദരിയായ രാജകുമാരിയോ? അതെ, എന്റെ ശ്രീകുട്ടി മോളെ പോലെ തന്നെ എന്ന് അശ്വതി മറുപടി പറഞ്ഞതും എന്നെ പോലെ തന്നെയാണോ അമ്മേ എന്ന് ചോദിച്ചു. അതെ എന്ന് ശ്രീകുട്ടിയോട് അശ്വതി മറുപടി പറയുകയും ശ്രീകുട്ടിക്ക് ഭക്ഷണം വായിൽ വെച്ച് അശ്വതി കൊടുക്കുകയും ചെയ്യുന്ന ആ രംഗങ്ങൾ ഓർത്ത് ശ്രീകുട്ടി സങ്കടപ്പെട്ടു. അമ്മ അമ്മ എന്ന് സങ്കടത്തോടെ ശ്രീകുട്ടി പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് അരുണെത്തി. സ്റ്റെയർ ഇറങ്ങി വരുന്ന അരുൺ ശ്രീകുട്ടി അമ്മ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കാണാനിടയായി. പെട്ടെന്ന് അരുൺ ആ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ആരുമില്ല എന്ന് അറിഞ്ഞതോടെ അരുൺ പതുക്കെ ശ്രീകുട്ടി കരികിലേക്ക് എത്തി. എന്താ മോളെ സങ്കടപ്പെടുന്നത്? മോളെന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചതും ശ്രീകുട്ടി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കാണണം, എന്റെ അമ്മയെ അങ്കിള് കണ്ടോ എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു, മോളെ ഉടനെ തന്നെ നമുക്ക് അമ്മയെ കണ്ടെത്താട്ടോ, അങ്കിള് ഉടനെ തന്നെ മോളുടെ അമ്മയെ മോളുടെ അരികിൽ കൊണ്ടുവരും. ഇപ്പൊ ഭക്ഷണം കഴിച്ച മോള്, എന്താ അങ്കിള് വാരിത്തരട്ടെ എന്ന് ചോദിച്ചു. അങ്കിള് കൂടെ ഇരിക്കാട്ടോ എന്ന് പറഞ്ഞ് അരുൺ ശ്രീകുട്ടിക്ക് അരികിലേക്ക് ഇരുന്നു. അമ്മ പോലെ തന്നെയല്ലേ ഇവിടെയുള്ള അമൃതാന്റിയും, അതുകൊണ്ട് മോൾക്ക് അമൃതാന്റിയെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, എനിക്കിഷ്ടം അമൃതാന്റിയെ, പക്ഷെ എന്റെ അമ്മയെ കണ്ടിട്ട് എത്ര ദിവസമായി അങ്കിൾ എന്ന് ചോദിച്ചതും ഉടനെ അരുൺ പറഞ്ഞു, മോള് വിഷമിക്കാതെ, മോളുടെ അമ്മയെ ഉടനെ തന്നെ അങ്കിൾ കാണിച്ചു തരാട്ടോ എന്ന് അരുൺ വാക്ക് നൽകുന്നു. അപ്പോഴേക്കും വസുന്ധര അവിടേക്ക് എത്തി. വസുന്ധര അരുൺ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നത് മാറി നിന്ന് കാണുന്നു. ശ്രീകുട്ടിയോട് അരുൺ പറഞ്ഞു, മോള് സങ്കടപ്പെടണ്ട കേട്ടോ, അങ്കിൾ ഉടനെ തന്നെ മോളുടെ അമ്മയെ മോളുടെ മുന്നിൽ എത്തിക്കും. എന്താ അങ്കിളിനെ മോൾക്ക് വിശ്വാസമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, എനിക്ക് വിശ്വാസ, അരുണങ്കിളിനെ എനിക്ക് വിശ്വാസ. അത് കേട്ടതും അരുൺ പറഞ്ഞു, എന്നാ മോള് ഭക്ഷണം കഴിച്ചേ. ഭക്ഷണം കഴിക്കാതെ ശ്രീകുട്ടി ഇരിക്കുന്നത് കണ്ട് അരുൺ ചോദിച്ചു, അങ്കിള് മോൾക്ക് വാരിത്തരട്ടെ എന്ന് ചോദിച്ച് അരുൺ തന്നെ കുഞ്ഞിന് ഭക്ഷണം എടുത്ത് വായിൽ വെച്ചു കൊടുക്കുന്നു. ശ്രീകുട്ടി അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാഴ്ച കാണുന്ന വസുന്ധരയ്ക്ക് ആകെ സംശയമാകുന്നു. അപ്പോഴേക്കും അരുൺ ശ്രീകുട്ടിയെ വളരെ സ്നേഹത്തോടെ ഭക്ഷണം ഊട്ടുമ്പോൾ വസുന്ധര അരികിലേക്ക് എത്തി.
എന്താ അരുൺ എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നത്? അവൾക്ക് തനിയെടുത്ത് കഴിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര അരികിലേക്ക് എത്തി. വസുന്ധരയുടെ ആ ചോദ്യം കേട്ട് അരുൺ വസുന്ധരയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് പിന്നമ്മേ, മോള് ഇത് കഴിക്കാതിരുന്നപ്പോ മോളെ കഴിപ്പിക്കാനായി ഞാൻ നോക്കിയതാണ് എന്ന് പറയുമ്പോ വസുന്ധര പറഞ്ഞു, എവിടെ നിന്നോ വന്ന ഒരു കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ ഈ കുട്ടി ഇവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് ഇപ്പോ എന്തിനാണ് ഇവളെ ഇതുപോലെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവളോട് ഇങ്ങനെയെല്ലാം അരുൺ ഇത്രയേറെ അടുപ്പം കാട്ടുന്നത്? അതിന്റെ കാര്യം എന്താണ് എന്ന് വസുന്ധര ചോദിക്കുമ്പോ അരുൺ പറഞ്ഞു, അത് പിന്നെ അമ്മേ, പാവം കുട്ടി തനിച്ചിരുന്ന് അമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു, അതാണ് എന്ന് അരുൺ മറുപടി നൽകി.